ആ മിനാത്തായി വരയിലെ ടെന്റിൽ പരിസര പ്രദേശത്ത് നിന്ന് ലൈനുകളിലൂടെ വാട്ടർ സപ്ലൈ, ഇടക്ക് വെള്ളം കിട്ടാതെ വരും. അപ്പൊ എന്തു ചെയ്യും? AP ഉസ്താദ് ടെന്റിലുണ്ട്, പേരോട് ഉസ്താദ് ടെന്റിലുണ്ട്, അലവി ഉസ്താദ് ടെന്റിലുണ്ട്, അതുപോലെ ഉസ്താദുമാര് ടെന്റിലുണ്ട്. ആ ഉസ്താദുമാരെടുത്ത് എന്നിട്ട് ഒരാൾ പറയുകയാണ്, ഉസ്താദേ വെള്ളമില്ല ഉസ്താദേ, ഈ ലൈനിലൂടെ വെള്ളമില്ല ഉസ്താദേ, വെള്ളത്തിന് വേണ്ടി ഒന്നവരോട് അപേക്ഷിക്കണം ഉസ്താദേ എന്ന് പറഞ്ഞാൽ എന്റെ സുന്നി അതിൽ പ്രാർത്ഥനയുണ്ടോ? അതിൽ പ്രാർത്ഥനയുണ്ടോ? നേരെ മറിച്ച് ടെന്റിൽ വെള്ളമില്ല, കാന്തപുരം ഉസ്താദ് ഹറമിലാണ്, മീനാ ടെന്റിലല്ല, കാന്തപുരം ഉസ്താദ് നാട്ടിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് വള്ളിയോത്തെ ബഷീർ എന്ന SSF കാരൻ, എന്റെ കാന്തപുരം ഉസ്താദേ ഞങ്ങൾക്ക് വെള്ളമില്ല ഉസ്താദേ, വെള്ളം തരണം ഉസ്താദേ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധം മുറിഞ്ഞുപോയി. അത് മക്കാ മുശ്രിക്കുകൾ അങ്ങനെ ഉള്ളപ്പോ വിളിച്ചാൽ ആ വിളി തൗഹീദിന്റെ വിളിയല്ല, ആ വിളി ശിർക്കിന്റെ വിളിയാണ്. അത് അല്ലാഹുവിനുള്ള ഇബാദത്തല്ല, അത് പടച്ചവനുള്ള ഇബാദത്തല്ല, അത് പടപ്പിനുള്ള ഇബാദത്താണ്. ഇത് വളരെ വ്യക്തമാണ്. ഏതുപോലെ നല്ല ശക്തമായി കാറ്റടിക്കുന്നു. മാധവേട്ടന്റെ വീട് ചെറ്റക്കുടിലാണ്, ബഷീറിന്റെ വീട്ടിലെ ഒരു തെങ്ങ് തൊട്ടടുത്തുണ്ട്. ആ തെങ്ങ് ആടി ഉലയുകയാണ്. ഏത് നിമിഷവും വേരിൽ മണ്ണില്ലാത്ത ആ തെങ്ങ് കടപുകഴ്ത്തി വീണാൽ, ആ തെങ്ങ് ഈ പുരയിൽ വീണാൽ എന്റെ മക്കളെ നിങ്ങൾ മരിച്ചു പോകും മക്കളെ. നമ്മൾ എന്തു ചെയ്യും മക്കളെ? ഈ കാറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല മക്കളെ. അങ്ങനെ അതാ ഭാസ്കരേട്ടൻ അല്ലെങ്കിൽ മാധവേട്ടൻ അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കുകയാണ്, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, വേളാങ്കണ്ണി മാതാവേ കാക്കണേ എന്ന് ജോർജ് പറയുകയാണ്. വേളാങ്കണ്ണി മാതാവ് ഇലാഹായി, ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും അല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. റബ്ബേ നിന്റെ വചനം എത്ര ഉന്നതമാണ്. ഈ ഗ്രന്ഥം ഇന്നഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. അല്ലാഹ് പറയുകയാണ്, 20-ാം അധ്യായം സൂറത്തുൻ നംലിലെ 62-ൽ പറയുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, പ്രയാസപ്പെടുന്നവൻ ആ പ്രയാസം ദൂരീകരിച്ചു കിട്ടാൻ ആരോട് പ്രാർത്ഥിച്ചുവോ അത് ഇലാഹാണ്. ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. ആ വിളിയോ വൈദീൻ ശൈഖേ, ഈ കാറ്റ് കാണുന്നില്ല ശൈഖേ, ഈ തെങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വീണ് ഞങ്ങൾ മരിച്ചു പോകും ശൈഖേ, ഞങ്ങളെ രക്ഷിക്കണേ ശൈഖേ എന്ന് ആയിഷ താത്ത പറഞ്ഞാൽ തൊട്ടിലാട്ടുകയാണ്, കുട്ടിയെ തൊട്ടിലിട്ടാട്ടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കേൾക്കുന്നു തെങ്ങിന്റെ വീയൽ. തെങ്ങ് ചരിഞ്ഞ് കർ എന്ന് പറഞ്ഞ് പതിക്കുമ്പോ ഇന്റെ ബദരീങ്ങളെ എന്ന് വിളിച്ച ആമിനത്താത്ത നീള നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് പാപമാണല്ലോ മനുഷ്യ. ആമിനത്താത്ത നിങ്ങളൊന്ന് രക്ഷപ്പെടണേ എന്ന് ലോകത്തോട് പറഞ്ഞ അത് സ്നേഹമാണടോ? അത് അവരോടുള്ള കാരുണ്യമാണടോ? അത് ശിർക്കാണടോ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും അല്ലാഹ്. അല്ലാഹയല്ലാതെ വേറെ ഇലാഹുണ്ടോ ബശീറേ മനുഷ്യരെ എന്ന് നാഥന്റെ ചോദ്യമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? വല്ലാത്ത ചോദ്യം. പക്ഷേ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ് തൗഹീദ്. അല്ലാഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നവന് ഇബ്ലീസിന്റെ പാർട്ടിയാണ്. പറഞ്ഞില്ലേ നിങ്ങള്, എഴുതിയില്ലേ നിങ്ങള്, സംഭവം നിങ്ങൾ ചെയ്തു പോയിട്ടില്ലേ, ഇന്നും നിങ്ങൾ ചെയ്യുന്നില്ലേ? ആ രംഗം നിങ്ങളൊന്ന് കാണുക. ചിരിക്കാനല്ല, കരയുക പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴുക്കുക പ്രിയപ്പെട്ടവരെ. ഏതൊരു തൗഹീദ് ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നാട് വിട്ടുവോ? ശൈബ് അബീ താലിബ് മലയിൽ പീഡനം അനുഭവിച്ചുവോ? ആ നബിയുടെ ഉമ്മത്തെ നിന്റെ പതനം എത്രേ? അതൊന്ന് കണ്ടോളൂ. പൊന്നാര നബിക്ക് എന്തൊരു സന്തോഷമാണ്. ഞങ്ങളിത് കാണൂലേ?
കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്, എത്രയോ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവെടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, ഒരാര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്. സഹോദരങ്ങളെ, ആദ്യമായി നിങ്ങൾ കേട്ട ശബ്ദം ഉള്ളാളം തങ്ങളുടെ ശബ്ദമാണ്. നബിയേ, സാധുക്കളാണ് നബിയേ ഞങ്ങൾ. അങ്ങിത് കാണുന്നില്ലേ നബിയേ? അങ്ങിതറിയുന്നില്ലേ നബിയേ? അങ്ങിത് കേൾക്കുന്നില്ലേ നബിയേ? അങ്ങ് ഹൃദയത്തിലുള്ളത് അറിയുന്നില്ലേ നബിയേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ഈ കേരളത്തിൽ നടക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. റഊഫായ നബിയേ, റഊഫ് എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അത് അതേ അർത്ഥത്തിൽ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹ് ഖുർആനിൽ റസൂലിന് റഊഫ് എന്ന് സൂറത്ത് തൗബയിലെ 128 പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളുമായി ചേർത്ത് പറയരുത് എന്ന് നിങ്ങൾ KV കൂറ്റനാടിന്റെ പരിഭാഷയിൽ പോലുമുണ്ട്. ആ പരിഭാഷയിൽ പോലും അത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. സമസ്തക്കാരുടെ അഥവാ സുന്നികൾ അംഗീകരിക്കുന്ന അവരുടെ പരിഭാഷയിൽ നിന്ന് ഈ കാര്യം നിങ്ങളൊന്ന് അറിയണം. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിലേക്ക് ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സഹോദര. നാം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇത് വളരെ വ്യക്തമായൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിലേക്ക് പടച്ച തമ്പുരാനെ വിളിച്ചിട്ട് ആ തമ്പുരാനോട് പറയേണ്ട അതേ കാര്യം റസൂലിനോട് പറയുകയാണ് നമ്മുടെ സമുദായം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പറയുകയാണ് ഇവര് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ നാമഗുണവിശേഷങ്ങൾ പടച്ച തമ്പുരാൻ പഠിപ്പിക്കാത്ത, അല്ലാഹു മാർഗം കാണിച്ചിട്ടില്ലാത്ത കാര്യം അത് ഈ ജനങ്ങളോട് പറയുകയാണ്. പടച്ച തമ്പുരാന്റെ സ്ഥാനത്തേക്ക് ഇതുപോലെ ഉയർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന രംഗം ഏതാണ് ഈ നബി? അതുകൂടെ നിങ്ങൾ കേൾക്കണം. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല പ്രവാചക, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല പ്രവാചക എന്ന് പറയൂ എന്ന് സൂറത്ത് ജിന്നിലൂടെ, സൂറത്ത് ജിന്നിലെ 22ാമത്തെ വചനത്തിലൂടെ പറയുക പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുകയില്ല, പടച്ച തമ്പുരാനോടല്ലാതെ ഞാൻ വേറൊരാളോട് പ്രാർത്ഥിക്കുകയില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. ആ ശിർക്ക് ഞാൻ ചെയ്യുകയില്ല. ആ ശിർക്ക് ചെയ്യുക എന്നത് എന്നെ കിട്ടുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ സത്തയിലോ, ഞാൻ സുന്നികളുടെ പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധ സത്തയിലോ ഉൾക്കിട്ട ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അവനോട് കിടയത്തെ യാതൊന്നും തന്നെയില്ല. അവൻ സത്തയിലും വിശേഷണങ്ങളിലും, നോക്കൂ, സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും ഏകനാണ്. ഈ തത്വത്തിൽ സുദൃഢമായി വിശ്വസിക്കുന്നതോടൊപ്പം അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ് തൗഹീദ്. അതുകൊണ്ട് സൃഷ്ടികളെ സംബന്ധിച്ച് ഉപയോഗിക്കാറുള്ള വല്ല വിശേഷണങ്ങളും അല്ലാഹുവിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലോ ഹദീസിലോ ഉപയോഗിച്ച് കണ്ടാൽ തന്നെയും അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. ഉദ്ദേശത്തിലും യാഥാർത്ഥ്യത്തിലും അവ വ്യത്യസ്തമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണമായി, അല്ലാഹു കേൾക്കുന്നവനാണ്, സമീആണ്, അല്ലാഹു കാണുന്നവനാണ്, ബസീറാണ് എന്നിങ്ങനെയുള്ള പ്രയോഗം കാണുമ്പോൾ അവയൊന്നും തന്നെ സൃഷ്ടികളുടേതുമായി താരതമ്യപ്പെടുത്തുവാൻ പാടില്ലെന്നും അല്ലാഹുവിന്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും യോജിക്കുന്ന വിധത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നതെന്നും നാം ഗ്രഹിക്കേണ്ടതാണ്. ഫതഹുർ റഹ്മാൻ ഫീ തഫ്സീറിൽ ഖുർആൻ വോളിയം 5 170. അപ്പോ
അള്ളാഹുവിലേക്ക് നബിയെ ഉയർത്തി അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ശുദ്ധമായ കറകളഞ്ഞ 916 കേരട്ട് ശിർക്ക്. അതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി പോകട്ടെ.